ഡു എന്ന വേർബിന് ഇംഗ്ലീഷിൽ മൾട്ടിപ്പിൾ യൂസസ് ആണുള്ളത്. ഒരുപാട് യൂസസ് ഉണ്ട്. അതിന് ഒരു മെയിൻ വേർബായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഓക്സിലറി വേർബായിട്ടും ഫങ്ഷൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് യൂസസും ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു എന്ന വേർബിനെ കുറിച്ചാണ്. ഡു എന്ന വേർബിന് പല ഡിഫറൻറ്റ് ഫോംസ് ഉണ്ട്. സബ്ജക്റ്റും ടെൻസും ഒക്കെ മാറി മാറി വരുമ്പോൾ അതിൻ്റെ രൂപം മാറും. ഡു, ഡസ് ആവും, അല്ലെങ്കിൽ ഡിഡ് ഒക്കെ ആകും. ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡു എന്ന വേർബിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉപയോഗങ്ങളെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. ആദ്യം ഡു എന്ന വേർബ് ഒരു മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുക, ഒരു ടാസ്ക് ചെയ്യുക, ഒരു ആക്ടിവിറ്റി ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അവിടെയാണ് ഡു ഒരു മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മീനിങ് ചെയ്യുക എന്ന അർത്ഥം. ഐ ഡു മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു മീനിങ്ങിൽ അത് ഉപയോഗിക്കാം. ഐ ഡു മൈ ഹോംവർക്ക്. ദേ ഡു ദെയർ വർക്ക്, അവർ അവരുടെ വർക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു. ദേ ഡു ദെയർ ബെസ്റ്റ്, അവർക്ക് പറ്റാവുന്ന അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്നു. ദേ ഡു ദെയർ ബെസ്റ്റ്. ഷീ ഡസ് യോഗ, ഷീ ഡസ് യോഗ, അവൾ യോഗ ചെയ്യാറുണ്ട്. ഇവിടെ ഡസ് എന്നുപയോഗിച്ചു. ഡുവിൻ്റെ വേറൊരു ഫോമാണ് ഡസ്. അത് ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഡസ് ഉപയോഗിച്ചു. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലാണ് ഈ ഡു ആൻഡ് ഡസ് ഉപയോഗിക്കുന്നത്. ഹീ ഡസ് ഹിസ് ജോബ് വെൽ, അവൻ്റെ വർക്ക് നന്നായിട്ട് ചെയ്യാറുണ്ട്. അവൻ്റെ ജോലി. ഹീ ഡസ്. ഐ ഡിഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് ചെയ്തു. നോക്കൂ, ഡിഡ് ഐ, പാസ്റ്റ് ടെൻസ് ആയപ്പോൾ ഡിഡ് ഐ. ഇവിടെയൊക്കെ മെയിൻ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡു ആൻഡ് ഡസ് പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്, പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ. ഡിഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലും ആണ്. ഡു എവിടെ ഉപയോഗിക്കും, ഡസ് എവിടെ ഉപയോഗിക്കും? ഐ, യു, വി, ദേ. പിന്നെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡു ഉപയോഗിക്കാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ. ഇനി അതല്ല, സിംഗുലർ സബ്ജക്ട്സുകൾ ഹീ, ഷീ, അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റുകളൊക്കെ ഒരാളുടെ നെയിം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡസ് ഉപയോഗിക്കാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ. ഇനി പാസ്റ്റ് ടെൻസിൽ ആണെങ്കിലോ ഡിഡ് ഉപയോഗിക്കണം. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ ഡിഡ് ഉപയോഗിക്കാം. ഇപ്പോൾ ഐ ഡു, വി ഡു, ദേ ഡു, യു ഡു, ഹീ ഡസ്, ഷീ ഡസ്, രോഹൻ ഡസ്, സൈന ഡസ്. അങ്ങനെ സബ്ജക്റ്റ് മാറി വരുന്നതിനനുസരിച്ച് ഡു ആൻഡ് ഡസ് മാറി വരും. ഇനി ഡിഡ് ആണെങ്കിൽ സബ്ജക്റ്റ് നോക്കേണ്ട കാര്യമില്ല. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ ഐ ഡിഡ്, ഹീ ഡിഡ്, വി ഡിഡ്, ദേ ഡിഡ്, രോഹൻ ഡിഡ് ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി ഡു എന്ന വേർബ് ഒരു ഓക്സിലിയറി വേർബ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടി വരാറുണ്ട്, നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കേണ്ടി വരാറുണ്ട്. ചില വാക്കുകൾക്ക്, ചില വേർബുകൾക്ക് എംഫസിസ് കൊടുത്തുകൊണ്ട് പറയേണ്ടി വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഡു എന്ന ഓക്സിലിയറി വേർബ് ഉപയോഗിക്കാം. ആദ്യം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ്ഫുൾ ആകുന്നത് എന്ന് നോക്കാം. ഡു യു ലൈക്ക് കോഫി? നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് കോഫി? ഡസ് ഹി വാച്ച് മൂവീസ്? അവൻ മൂവീസ് വാച്ച് ചെയ്യാറുണ്ടോ? ഡസ് ഹി. നോക്കൂ, ഡസ് ആണ് ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് ഉപയോഗിച്ചത്. ഡസ് ഹി വാച്ച് മൂവീസ്? ഡിഡ് ഷീ സീ ദ മൂവി? അവൾ ആ മൂവി കണ്ടോ? അവിടെ പാസ്റ്റ് ടെൻസായി ഡിഡ് ഉപയോഗിച്ചു. അപ്പോൾ ഡു, ഡസ്, ഡിഡ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചു. വേർ ഡു യു ലീവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നോക്കൂ, ഡു ഉപയോഗം നോക്കൂ. അറ്റ് വാട്ട് ടൈം ഡസ് ദ മൂവി സ്റ്റാർട്ട് ടു നൈറ്റ്? ഇന്ന് രാത്രി എത്ര മണിക്കാണ് ആ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്? അറ്റ് വാട്ട് ടൈം ഡസ് ദ മൂവി? ഡസ് ദ മൂവി എന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള നൗൺ ആയതുകൊണ്ടാണ് അതിന് യോജിച്ച ഡസ് ഉപയോഗിച്ചത്. വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഇന്ന് നിങ്ങൾക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഡിഡ് യു. നോക്കൂ, ഡിഡ് എന്ന
പാസ്റ്റ് ടെൻസ് ഫോം അവിടെ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡു, ഡസ്, ഡിഡ് ഒക്കെ ആവശ്യമുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ്, ഡിഡ് ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ലൈക്ക് ബനാനാസ്. എനിക്ക് ബനാനാസ് ഇഷ്ടമാണ്, അല്ലേ? ഇത് അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി നമുക്കതിനെ ഒരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റണം. നിങ്ങൾക്ക് ബനാന ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ബനാനാസ്? നിങ്ങൾക്ക് ബനാനാസ് ഇഷ്ടമാണോ എന്നായി. ഡു എന്ന ഒരു ഓക്സിലിയറി വേർബ് അവിടെ ആവശ്യമായി വന്നു. അതെങ്ങനെയാണ്, എവിടെ നിന്നാണ് അത് വന്നത്? ഐ ലൈക്ക് ബനാനാസ് എന്ന് പറയുന്ന പോസിറ്റീവ് സെൻറ്റൻസിൽ ഡു ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് ഒരു ഓക്സിലിയറി വേർബ് അതിന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടത്, അതിനകത്ത് വേർബ് ലൈക്ക് എന്ന വേർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഓക്സിലിയറി വേർബ് കിട്ടും. ലൈക്ക് എന്ന ഒരു വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡു പ്ലസ് ലൈക്ക് എന്നാണ്. ഡു എന്നതാണ് അതിൻ്റെ ഓക്സിലിയറി വേർബ്. ഇപ്പോൾ സാധാരണ ഒരു വേർബ് നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് അതിന് ഉപയോഗിക്കേണ്ട ഹെൽപ്പിംഗ് വേർബ് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ പ്ലേ എന്നാൽ ഡു പ്ലസ് പ്ലേ. ഡു ആണ് ഹെൽപ്പിംഗ് വേർബ്. പ്ലേസ് എന്നായിരുന്നെങ്കിൽ, എസ് ചേർത്തിട്ടുള്ള ഫോം പ്ലേസ് എന്നായിരുന്നെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് പ്ലേ, അതാണ് പ്ലേസ്. ഇനി പാസ്റ്റ് ടെൻസ് ഫോം പ്ലേഡ് എന്നായിരുന്നെങ്കിൽ ഡിഡ് പ്ലസ് പ്ലേ ആണ്. ഇങ്ങനെ ഏത് വേർബിനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഹെൽപ്പിംഗ് വേർബ് കണ്ടുപിടിക്കാം. ഇപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ ഡു പ്ലസ് വർക്ക്. വർക്ക്സ് എന്നായിരുന്നെങ്കിൽ ഡസ് പ്ലസ് വർക്ക്. വർക്ക്ഡ് എന്നാണെങ്കിൽ ഡിഡ് പ്ലസ് വർക്ക്. സിങ് ഡു പ്ലസ് സിങ്. സിങ്സ് ഡസ് പ്ലസ് സിങ്. സാങ് ഡിഡ് പ്ലസ് സിങ്. അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഇത്തരത്തിലാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഐ ലൈക്ക് ബനാനാസ് പോസിറ്റീവ് സെൻറ്റൻസ്, ഡു യു ലൈക്ക് ബനാനാസ് എന്നാവുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടും. ഷീ ലൈക്സ് ബനാനാസ് പോസിറ്റീവ് സെൻറ്റൻസ്. ഡസ് ഷീ ലൈക്ക് ബനാനാസ്? അവൾക്ക് ബനാനാസ് ഇഷ്ടമാണോ? ഡസ് ഉപയോഗിച്ചു. ഡസ് പ്ലസ് ലൈക്ക് ആണ് ലൈക്സ്. ദേ അറൈവ്ഡ് ഏർലി. അവർ നേരത്തെ വന്നു. പോസിറ്റീവ് സെൻറ്റൻസ്. ദേ അറൈവ്ഡ് ആണ് അറൈവ്ഡ്. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് അറൈവ്. അപ്പോൾ ഡിഡ് ദേ അറൈവ് ഏർലി. ഇനി നെഗറ്റീവ് സെൻറ്റൻസസ് ഫോം ചെയ്യുമ്പോഴും നമുക്ക് ഡു എന്ന വേർബിൻ്റെ ആവശ്യമുണ്ട്, ഒരു ഓക്സിലിയറി വേർബായിട്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. എനിക്ക് അവിടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. നോക്കൂ, ഡോണ്ട് എന്നത് ഡു നോട്ട് എന്നാണ്. ഐ വാണ്ട് ടു ഗോ എന്ന ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് ഐ ഡു നോട്ട് വാണ്ട് ടു ഗോ എന്നാക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. ഷീ ഡസൻറ്റ് സേ എനിത്തിങ്. അവൾ ഒന്നും പറയാറില്ല എന്നാണ്. ഷീ ഡസൻറ്റ് സേ എനിത്തിങ്. അപ്പം നോക്കൂ, ഷീ കഴിഞ്ഞിട്ട് ഡസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ടൻഡ് ഫോമാണ് ഡസൻറ്റ്. വി ഡിഡിൻറ്റ് സീ ദ മൂവി. ഞങ്ങൾ ആ മൂവി കണ്ടില്ല. നോക്കൂ, ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ടൻഡ് ഫോമാണ് ഡിഡിൻറ്റ്. വി ഡിഡിൻറ്റ് സീ ദ മൂവി. അപ്പോൾ ഡു, ഡസ്, ഡിഡ് ഒക്കെ നെഗറ്റീവ് സെൻറ്റൻസസിൽ ആവശ്യമുണ്ട്. ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസാക്കി മാറ്റുക ഈ ഡു, ഡസ്, ഡിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട്? ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് ബനാനാസ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ ബനാനാസ് ഇഷ്ടപ്പെടുന്നു. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റണമെങ്കിൽ ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഡു പ്ലസ് ലൈക്ക് എന്ന് കിട്ടി. അപ്പോൾ ഐ ഡു നോട്ട് ലൈക്ക് ബനാനാസ് എന്നായി. ഷീ ലൈക്സ് ബനാനാസ് പോസിറ്റീവ് സെൻറ്റൻസ്. ഷീ ഡസൻറ്റ് ലൈക്ക് ബനാനാസ്. ഹീ സോ ദ മൂവി. ഹീ സോ ദ മൂവി അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവൻ ആ മൂവി കണ്ടു. ഇനി നമുക്കതിനെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റണമെങ്കിൽ സോ എന്ന ആ ഒരു വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് പ്ലസ് സി ആക്കി മാറ്റുക. അപ്പോൾ ഡിഡ് എന്ന ഒരു ഓക്സിലിയറി വേർബ് കിട്ടി. അപ്പോൾ ഹീ ഡിഡിൻറ്റ് സീ ദ മൂവി. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയി. ഡു എന്ന വേർബിന് ഒരു ഓക്സിലിയറി വേർബ് ആവാനും അതുപോലെ മെയിൻ വേർബായിട്ട് വർക്ക് ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞല്ലോ. ഫങ്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അത് ഒരു സെൻറ്റൻസിൽ തന്നെ ആകാം. ഫോർ എക്സാമ്പിൾ,
വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കില്ലേ? എന്താണ് വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയെ ഉദ്ദേശിച്ചിട്ടാണ്. ഒരാളോട് നമ്മളത് ചോദിക്കുമ്പോൾ അയാൾ എന്ത് ജോലി ചെയ്യുന്നു എന്നാവാം. വാട്ട് ഡു യു ഡു എന്ന ഒരു ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വാട്ട് ഡു, യു ഡു, 2 ഡു ഉണ്ട് അവിടെ. അതിൽ ഒരു ഡു മെയിൻ വേർബാണ്, വേറൊരു ഡു ഉള്ളത് ഓക്സിലിയറി വേർബും ആണ്. വാട്ട് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഡു അത് ഓക്സിലിയറി വേർബാണ്. വാട്ട് ഡു യു ഡു, യു കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഡു ആണ് മെയിൻ വേർബ്. അപ്പോൾ രണ്ടും ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. വാട്ട് ഡിഡ് ഹീ ഡു എന്ന് ചോദിച്ചാലോ, അവൻ എന്താണ് ചെയ്തത് എന്താണ്, അല്ലേ? വാട്ട് ഡിഡ് ഹീ ഡു. ഇവിടെ ഡിഡ് എന്നതാണ് ഓക്സിലിയറി വേർബ്. വാട്ട് ഡിഡ് ഹീ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഡു ആണ് മെയിൻ വേർബ്. വാട്ട് ഡസ് ഷീ ഡു എന്ന് ചോദിച്ചാലോ, ഡസ് എന്നത് ഓക്സിലിയറി വേർബാണ്, ഡു എന്നത് മെയിൻ വേർബും ആണ്. ഇപ്പോൾ നമ്മളൊരു വേർബ് ഡു എന്ന വേർബിനെ, ഡു എന്ന മെയിൻ വേർബിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. അവിടെ കിട്ടുന്നത് ഡു പ്ലസ് ഡു ആണ്. പ്ലേ എന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് പ്ലേ അല്ലേ? സിങ് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് സിങ് എന്നല്ലേ? അപ്പോൾ ഡു എന്ന മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് ഡു തന്നെയാണ്. ഇനി ഡസ് എന്ന മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡസ് പ്ലസ് ഡു. ഡിഡ് എന്ന മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡിഡ് പ്ലസ് ഡു. ആദ്യം പറയുന്ന ഈ ഡസ്, ഡു, ഡിഡ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഓക്സിലിയറി ഭാഗം, ഓക്സിലിയറി വേർബിൻ്റെ ഭാഗം. ഡു എന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡു പ്ലസ് ഡു കിട്ടില്ലേ? അപ്പോൾ ആദ്യത്തെ ഡു ആണ് ഓക്സിലിയറി വേർബ്, രണ്ടാമത്തെ ഡു ആണ് മെയിൻ വേർബ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ. എന്തെങ്കിലും സംശയം അക്കാര്യത്തിലുണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്തത് ഡൂവിൻ്റെ ഒരു ഉപയോഗം. അത് നമുക്ക് എംഫസിസ് കൊടുക്കുന്നതിന്, ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നതിന്, ഒരു ഊന്നൽ കൊടുക്കുന്നതിന്, ഒരു വേർബിന്, ഒരു മെയിൻ വേർബിന്, ഒരു സെൻറ്റൻസിലെ ഒരു മെയിൻ വേർബിന് കുറച്ചുകൂടി ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നതിന് നമുക്ക് ഈ ഓക്സിലിയറി വേർബ് ഉപയോഗിക്കാം. ഐ ബിലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ലേ? ഐ ഡു ബിലീവ് എന്ന് പറഞ്ഞാലോ ഒരു ഡു അവിടെ നമ്മൾ ചേർത്തു. അപ്പോൾ അതിനർത്ഥം അത്രയ്ക്ക് ഇതായിട്ട് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യണം. ആ ബിലീവ് എന്ന വാക്കിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുകയാണ്. ഐ ഡു ബിലീവ്. ഐ വിസിറ്റഡ് ദാറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഐ വിസിറ്റഡ് ദാറ്റ് പ്ലേസ്, ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്തു. പക്ഷേ അതിന് പകരം ഐ ഡിഡ് വിസിറ്റ് ദാറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഞാനത് വിസിറ്റ് ചെയ്തു. അത് വളരെ സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇല്ല, ശരിക്കും അത് ചെയ്തു എന്ന് പറയില്ലേ? അതാണ്. ഇപ്പോൾ നമ്മൾ വളരെ ഉറപ്പായിട്ടും ചില കാര്യങ്ങൾ തെറ്റായിട്ട് പറയുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയില്ലേ? അവിടെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു എംഫസിസ് കൊടുക്കുന്നതിന് വേണ്ടി ഡു എന്ന ഹെൽപ്പിംഗ് വേർബിൻ്റെ, ഡു അല്ലെങ്കിൽ ഡിഡ് അല്ലെങ്കിൽ ഡസ്, അതിൻ്റെ ഉപയോഗം വരുന്നത്. ഷീ സ്പീക്സ് ഫ്രഞ്ച്. അവൾ ഫ്രഞ്ച് സംസാരിക്കാറുണ്ട്. അവിടെ വളരെ നോർമലായിട്ട് ഷീ സ്പീക്സ് ഫ്രഞ്ച് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പകരം ഷീ ഡസ് സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ അവൾ ഫ്രഞ്ച് സംസാരിക്കും. അത് അത്രയ്ക്ക് ഉറപ്പായിട്ട് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ഞാനത് ചെയ്തു, ഐ ഡിഡ് ഇറ്റ്. ഞാനത് ചെയ്തു, ഐ ഡിഡ് ഇറ്റ്. കേൾക്കുന്ന ആളത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ഐ ഡിഡ് ഡു ഇറ്റ്. ഐ ഡിഡ് ഡു ഇറ്റ്. നോക്കൂ, ഡിഡ് ഡു ഇറ്റ്. അപ്പോൾ ആദ്യം ഉള്ള ആ ഒരു ഡിഡ് എന്ന മെയിൻ വേർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഡിഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് പ്ലസ് ഡു ആക്കി മാറ്റി. എന്നിട്ട് ആ ഒരു ഓക്സിലിയറി വേർബാണ് ആദ്യം പറയുന്ന ഡിഡ്. ഐ ഡിഡ് ഡു ഇറ്റ്. ഞാൻ ചെയ്തു. പറയുന്ന ആളത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഉറപ്പിച്ച് നമ്മൾ പറയുകയാണ്, ഇല്ല ഞാനത് ചെയ്തു, ഐ ഡിഡ് ഡു ഇറ്റ്. അപ്പോൾ എംഫസിസ് കൊടുക്കുന്നതിന് വേണ്ടി ഡു എന്ന വേർബിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. ഇനി പല ഫ്രേസസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസിലൊക്കെ നമുക്ക് ഈ ഡൂൻ്റെ ഉപയോഗമുണ്ട്. വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ചില ഫ്രേസസ്. ഫോർ എക്സാമ്പിൾ ഡു വർക്ക്, ഡു ഹാം, ഡു ഗുഡ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡു വെൽ, ഡു ദ ഡിഷസ്. ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ വാഷ് ദ ഡിഷസ് എന്നാണ് മീനിങ്. ഡിഷൊക്കെ വാഷ് ചെയ്ത് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. സ്പൂൺസും പ്ലേറ്റ്സും എല്ലാം വാഷ് ചെയ്ത് അത് അടുക്കി പിറക്കിയൊക്കെ വയ്ക്കുക. അതാണ് ഡു ദ ഡിഷസ്. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ഡു ലോണ്ട്രി. അത് എന്താണ്?
ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഡു ബിസിനസ്, ഡു സ്പോർട്സ്, ഡു എക്സസൈസ്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ചില ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. ഡു സം വൺ എ ഫേവർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഡു സം വൺ എ ഫേവർ, ഡു ഹിം എ ഫേവർ, ഡു മീ എ ഫേവർ, ഡു ഹർ എ ഫേവർ എന്നൊക്കെ. അപ്പോൾ അത്തരം എക്സ്പ്രഷൻസിലൊക്കെ നമുക്ക് ഈ ഡു ഉപയോഗിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുക, ഒരു ഫേവർ ചെയ്യുക എന്നർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് പറയുമ്പോൾ നമുക്ക് ഡു ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് ഈറ്റ് മെനി സ്വീറ്റ്സ് ബട്ട് ഐ ഡു എൻജോയ് ഐസ്ക്രീം. ഒരുപാട് സ്വീറ്റ്സൊന്നും ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഐ ഡു എൻജോയ്, ഞാൻ ഐസ്ക്രീം എൻജോയ് ചെയ്തിട്ട് തന്നെ കഴിക്കാറുണ്ട്. ഐ ഡു എൻജോയ്. സ്വീറ്റ്സ് ഒന്നും കഴിക്കില്ല, ഒരുപാട് സ്വീറ്റ്സ് ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഐസ്ക്രീമിൻ്റെ കാര്യമാണ്. അതാണ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയയാണ്. ഇനി ക്വസ്റ്റ്യൻ ടാഗൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ഡു, ഡസ്, ഡിഡിൻ്റെയൊക്കെ ഉപയോഗമുണ്ട്. യു ലൈക്ക് കോഫി, ഡോണ്ട് യു? നോക്കൂ, ഡോണ്ട് യു എന്ന് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ കോഫി ഇഷ്ടപ്പെടുന്നു ഇല്ലേ എന്ന്. നിങ്ങൾ അവിടെ പോയി അല്ലേ? അപ്പോൾ അല്ലേ, ഇല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ? അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മളൊരു കൺഫർമേഷന് വേണ്ടി ചോദിക്കുകയാണത്. അങ്ങനെയല്ലേ എന്ന്. നിങ്ങളും അത് എഗ്രി ചെയ്യുന്നില്ലേ എന്ന്. അവിടെയാണ് ഡു യു ലൈക്ക് കോഫി, ഡോണ്ട് യു? ഷീ ലൈക്സ് കോഫി, ഡസൻറ്റ് ഷീ. നോക്കൂ, ഡസൻറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെയും ആ ഒരു സ്പ്ലിറ്റിംഗ് നമ്മൾ അറിയണം. എങ്കിലേ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോഴും അത് ഈസി ആവുകയുള്ളൂ. സ്പ്ലിറ്റിംഗ് ഓഫ് ദ വേർബ്. ഹീ സിങ്സ് വെൽ, ഡസൻറ്റ് ഹീ? അവൻ നന്നായി പാടും അല്ലേ? അല്ലേ? ഹീ ഡിഡ്ന്റ് ഗോ ദേർ, അവൻ അവിടെ പോയില്ല. ഡിഡ് ഹീ? പോയില്ല എന്ന് പറയുന്നു അല്ലേ എന്ന്. അങ്ങനെയല്ലേ? അവൻ അവിടെ പോയില്ല അല്ലേ? പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ അതിനെപ്പറ്റി എന്തൊക്കെയാണ് റൂൾസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ് എങ്കിൽ നമുക്ക് നെഗറ്റീവ് ടാഗാണ് വേണ്ടത്. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഹീ വെൻറ്റ് ദർ എന്നായിരുന്നെങ്കിൽ ഡിഡിൻറ്റ് ഹീ അല്ലേ, ഡിഡിൻറ്റ് എന്ന ഒരു നെഗറ്റീവ് ടാഗാണ് നമ്മൾ ഉപയോഗിച്ചത്. അതേസമയം ഹീ ഡിഡിൻറ്റ് ഗോ ദർ, ഡിഡ് ഹീ? നോക്കൂ, എന്തായാലും നമുക്ക് ഡിഡ്, ഡു, ഡസിൻ്റെയൊക്കെ ഉപയോഗം ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ്. ഇനി അടുത്ത ഒരു യൂസ്, സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതിനെ അവിടെ നിന്ന് മാറ്റി അവിടെ നമുക്ക് ഒരു ഓക്സിലറി വേർബ് ഉപയോഗിക്കാം. ഡു, ഡസ്, ഡിഡ് ഒക്കെ. എക്സാമ്പിൾ പറയാം. ഷീ ലൈക്സ് ഐസ്ക്രീം മോർ ദാൻ ഹീ ഡസ്. അവൾ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു എന്നല്ലേ? മോർ ദാൻ ഹീ ഡസ്. അവൻ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ അവൾ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഷീ ലൈക്സ് ഐസ്ക്രീം മോർ ദാൻ ഹീ ലൈക്സ് ഐസ്ക്രീം. ഈ ഹീ ലൈക്സ് ഐസ്ക്രീം എന്നതിനെ നമ്മൾ മാറ്റി, ലൈക്സ് എന്ന ആ വാക്ക് മാറ്റി ഹീ ഡസ് എന്നാക്കി. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് തന്നെ നമുക്ക് കിട്ടി. ലൈക്സ് എന്ന ഒരു മെയിൻ വേർബിനെ നമ്മൾ മാറ്റി, അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്താണ്? ഡസ്. ഐ ലൈക്ക് സ്പൈസി ഫുഡ് ബട്ട് ഹീ ഡസിൻറ്റ്. എനിക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമാണ്, ബട്ട് ഹീ ഡസിൻറ്റ്. ഹീ എന്ന പ്രോനൗണിന് യോജിച്ചത് ഡസ്സാണ്. അതുകൊണ്ട് ഹീ ഡസിൻറ്റ് എന്ന് ഉപയോഗിച്ചു. അവൻ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഐ ലൈക്ക് സ്പൈസി ഫുഡ് ബട്ട് ഹീ ഡസിൻറ്റ് ലൈക്ക് സ്പൈസി ഫുഡ് എന്നാണ് അവിടെ മീനിങ്. മൈ ഫ്രണ്ട് ലൈക്സ് സ്പൈസി ഫുഡ് ബട്ട് ഐ ഡോണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതനുസരിച്ചിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അവിടെ ഓക്സിലിയറി വേർബ് ഉപയോഗിക്കുന്നത് ഐ ഡോണ്ട്. ഹീ ഡസിൻറ്റ് ലൈക്ക് സ്പൈസി ഫുഡ്. അവൻ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് ഐ ഡു. നോക്കൂ, പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഐ ഡു. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് സ്പൈസി ഫുഡ്. നോക്കൂ, ഹീ ഡസിൻറ്റ് ലൈക്ക് സ്പൈസി ഫുഡ് ബട്ട് ഐ ഡു. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി, ഒരു മെയിൻ വേർബിനെ ഒരു സെൻറ്റൻസിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ ഡു, ഡസ്, ഡിഡ് ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരുപാട് യൂസസ് നമ്മൾ പഠിച്ചു. ഡു എന്ന ഒരു കോമൺ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ആ വേർബിനെ പറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.